സ്വാഗതം. സയന ടാരോ കാർഡിലേക്ക് ഹാർദമായി സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മൾ ഏഞ്ചൽ ആൻസേഴ്സ് എന്ന് പറയുന്ന കാർഡ് ഉപയോഗിച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. ഉറങ്ങുന്നതിന് മുമ്പ് താങ്കളുടെ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം ഏഞ്ചൽസ് ഉത്തരം പറയും. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോദ്യം ചോദിക്കേണ്ടത് താങ്കളാണ്, ഉത്തരം പറയുന്നത് മാത്രമാണ് ഏഞ്ചൽസ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണ് എന്ന് മനസ്സിൽ ചോദിച്ചോളൂ, അതിനുള്ള ഉത്തരം ഇതാണ് ഏഞ്ചൽസിന് പറയാനുള്ളത്. രണ്ടാമത്തെ ചോദ്യം മനസ്സിലാലോചിച്ചോളൂ, അതിനുള്ള ഉത്തരം ഇതാണ് ഏഞ്ചൽസിന് പറയാനുള്ളത്. മൂന്നാമത്തെ നമുക്ക് യെല്ലോ കാർഡ് എടുക്കാം. എന്താണ് ചോദ്യം, അതിനുള്ള ഉത്തരം ഇതാണ്. അപ്പോൾ ഈ 3 ചോദ്യങ്ങൾക്കുള്ള 3 ഉത്തരം ഗൈഡൻസ് ആണ് ഏഞ്ചൽസ് തരുന്നത്. ചോദ്യം മനസ്സിൽ വന്നെങ്കിൽ ഇതാണ് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം നമുക്ക് ഏഞ്ചൽസ് തരുന്നത്. ഫൊർഗിവ്നെസ് എന്ന് പറയുന്ന കാർഡാണ് വന്നിട്ടുള്ളത്. ഫൊർഗിവ്നെസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ, മറക്കുക, ക്ഷമിക്കുക എന്ന് പറയുന്നൊരു കാർഡാണ്. മറക്കുകയില്ല, ക്ഷമിക്കുക എന്ന് പറയുന്ന കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യം നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് ഒരു വ്യക്തിയെ കുറിച്ചിട്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വ്യക്തിയോട് ചെയ്യാനുള്ളത് ക്ഷമിക്കുക എന്ന് മാത്രമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ പറയാറുണ്ട് നമ്മളാണ് ആ വേദന കൂടുതൽ കൊണ്ടു നടക്കുന്നതെന്ന്. അപ്പോൾ ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ ക്ഷമിക്കുക. കാരണം ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധമെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ മെസ്സേജ് എന്ന് പറയുന്നതാണ്. ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ക്ഷമിക്കുക മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ് ഏഞ്ചൽസ് തരുന്നത്. നമുക്ക് കാർഡിൽ എന്താണെന്ന് നോക്കാം. ദർ ഈസ് സംതിങ് ബെറ്റർ എന്നാണ് ഈ കാർഡിൽ വരുന്നത്. ദർ ഈസ് സംതിങ് ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വാതിലടഞ്ഞു പോയി, ഒരു പ്രശ്നം ഇതാകുന്നില്ല എന്നൊക്കെ പറഞ്ഞതാകുമ്പോൾ എന്തോ നല്ലതൊന്ന് വരാനുണ്ട് എന്നാണ് പറയുന്നത്. എപ്പോഴും നമ്മൾ പറയാറുണ്ട് എൻ്റെ അല്ല താങ്കളുടെ ഇത് നടക്കട്ടെ എന്നുള്ളത്. അത് ബൈബിളിൽ നിന്നുള്ള വചനമാണ്. സമാനമായ രീതിയിൽ യൂണിവേഴ്സിന് അറിയാം വാട്ട് ഈസ് ഗുഡ് ഫോർ യു ആൻഡ് വാട്ട് ഈസ് ബാഡ് ഫോർ യു. അപ്പോൾ ഗുഡ് എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ഒരു മരുന്ന് കഴിക്കുന്ന പോലെയാണ്. മരുന്നിന് രുചി ഉണ്ടാവില്ല, പക്ഷെ അസുഖം മാറുന്നു എന്ന പോലെ നല്ലത് വരാനുണ്ട് എന്നാണ് രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. മൂന്നാമത്തെ ചോദ്യത്തിന് എന്താണ് ഉത്തരം എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിട്ടുള്ള കാർഡ് വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാർഡ് ഒരു സമയബന്ധിതമായിട്ടുള്ള കാർഡാണ്. അപ്പോൾ കുറച്ച് ആഴ്ചയ്ക്കുള്ളിൽ എന്നുള്ളതാണ് ഈ കാർഡിന് ഉത്തരം പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചത് എപ്പോൾ നടക്കും എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം ഇതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ 3 സന്ദേശങ്ങൾ ഇതാണ്. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം ഫോർഗിവ്നെസ് എന്നുള്ളതാണ്, ക്ഷമിക്കുക എന്നുള്ളതും. രണ്ടാമത്തെ കാർഡ് നല്ലതൊന്ന് വരാനുണ്ടെന്നുള്ളതും. മൂന്നാമത്തേതെന്ന് പറയുന്നത് കുറച്ച് ആഴ്ചയ്ക്കുള്ളിൽ നടക്കുമെന്നാണ് പറയുന്നത്. ഐ വിഷ് യു ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണണം. താങ്ക് യു വെരി മച്ച്.